സ്ത്രീകൾക്കെതിരെ ഏറ്റവും അധികം അതിക്രമങ്ങൾ നടക്കുന്ന വർഷമാണ് 2021, അതും കേരളത്തിൽ. 19,000-ഓളം കേസുകളാണ് ഈ ഗണത്തിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 8 സ്ത്രീധന മരണങ്ങളും ഈ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തു എന്ന് കണക്ക് വന്നു. ഉത്തരയും വിസ്മയും തീരാ നൊമ്പരമായി ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളതൊന്നും മറന്നിട്ടില്ല. ആരെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസ് പുറത്തുവിട്ട കണക്കിലുള്ളത്. പ്രതിദിനം ശരാശരി 7 സ്ത്രീകൾ കേരളത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു. കുട്ടികളുടെ അവസ്ഥയും വളരെ ഭീകരം. 2023 ശരാശരി 13 കുട്ടികൾ ദിവസേന ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്നും കണക്കുണ്ട്. 4,500-ലേറെ പോക്സോ കേസുകളും നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിലും ശാക്തീകരണത്തിലും കേരളം കുതിച്ചു വരുമ്പോൾ തന്നെ പിന്തിരിപ്പൻ നിലപാടുകളും പുരുഷാധിപത്യ പ്രവണതകളും ഇത്തരം അതിക്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. നിയമങ്ങൾ ശക്തിപ്പെടുത്തണം. വേഗമേറിയതും നീതിയുക്തമായ വിചാരണകൾ ഉറപ്പാക്കണം. കർശനമായ പിഴകൾ ചുമത്തി ഈ ശിക്ഷാവിധികൾ നടപ്പിലാക്കി ഇത്തരം ട്രെൻഡുകൾ മുളയിലേ നുള്ളിക്കളയണം. ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുകയും വേണം. നമ്മൾ ഏത് തരത്തിലുള്ള ദുരുപയോഗത്തിനെതിരെയും ശബ്ദമുയർത്താൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കണം. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിജീവിതർക്കുള്ള കൗൺസിലിംഗ് സേവനങ്ങളും അഭയകേന്ദ്രങ്ങളും പോലുള്ള സംവിധാനങ്ങളും അവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിനുള്ള മാർഗങ്ങൾ നൽകേണ്ടതും ഒരുപോലെ വളരെ പ്രധാനമാണ്. എന്തായാലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് എണ്ണം കുറയ്ക്കാനും അതില്ലാതാക്കാനും നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാകട്ടെ.